അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഡെയിലി ക്ലീനിങ് റുട്ടീനാണ്. ചിലർ ചോദിച്ചിരുന്നു ഒരു ക്ലീനിങ് വീഡിയോ എന്തായാലും ചെയ്യാൻ. പിന്നെ ഞാനായി മേടിച്ച കുറച്ച് വീട്ടിലേക്കുള്ള ഐറ്റംസും അതുപോലെ തന്നെ വേനൽക്കാലത്തെ ഉള്ള എൻ്റെ റൂം ഡെക്കറേഷൻ അതുപോലെ വീട് ഡെക്കറേഷനും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഹലോ കൂട്ടുകാരെയും മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ക്ലീനിങ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മൈൻഡ് നല്ല റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ കുറച്ച് ആളായിട്ട് റേഡിയോ വയ്ക്കുന്നുണ്ട് വീട്ടിൽ. ഞാൻ പറഞ്ഞല്ലോ മൊബൈലിൻ്റെ യൂസേജൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് റേഡിയോയിൽ പാട്ട് വെച്ചിട്ട് അപ്പോൾ കേൾക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ മൊബൈലെടുത്ത് നമ്മൾ യൂട്യൂബിൽ പാട്ട് വയ്ക്കുമ്പോൾ നമുക്ക് വേറെ ഇതൊക്കെ നോക്കാൻ ടെൻഡൻസി വരും. അപ്പോൾ റേഡിയോ കുറച്ച് വെക്കുന്നതെല്ലാം തോന്നിയപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇത് വെക്കുന്നതാണ് നല്ലൊരു റിലാക്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ വീട്ടിൽ നല്ലൊരു സ്മെല്ല് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ക്ലീനിങ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ഇപ്പോൾ ഡിഫ്യൂസറൊന്നും ഇല്ലല്ലോ, ഞാൻ അന്ന് പറഞ്ഞല്ലോ, അതൊരെണ്ണം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഓയിലൊക്കെ ഒന്ന് ഒഴിച്ച് നോക്കായിരുന്നു. തൽക്കാലം വീട്ടിലുള്ള ഒരു സംഭവം വെച്ചിട്ട് ഞാൻ അതിൽ കുന്തിരിക്കം എന്ന് പറഞ്ഞ സംഭവം ഇട്ടിട്ട് ആ മെഷീനിൽ വെച്ചിരിക്കുകയാണ്. അത് ഓണാക്കി കഴിയുമ്പോൾ അതിൽ നിന്ന് അതിൻ്റെ പുക അങ്ങനെ വരും, ഊതൊക്കെ പോലെ തന്നെ. അപ്പോൾ ആദ്യം തന്നെ ഡൈനിങ് ടേബിളിലുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് അത് ഫുൾ കഴുകി വെക്കുകയാണ്, പാത്രങ്ങൾ ഫുള്ളും. അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ ക്ലീനിങ്ങിൻ്റെ ടൈം ഞാനൊന്ന് മാറ്റി. കാരണം ഞാൻ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണതിൻ്റെ ഒപ്പം തന്നെ ലഞ്ചിൻ്റെയും പ്രിപ്പറേഷനൊക്കെ ചെയ്ത് വേഗം തന്നെ ചെയ്ത് തീർക്കുകയാണ്. അപ്പോൾ ഞാൻ 2 സ്പോഞ്ചസാണ് കാണിച്ചു തരണേ. ഒരെണ്ണം സ്റ്റീൽ സ്ക്രബ്ബറാട്ടോ, ആ ബ്ലാക്കിലുള്ളത് അത് ഗാലയുടെ സ്റ്റീൽ സ്ക്രബ്ബറും, മറ്റേത് സ്കോച്ച് ബ്രൈറ്റിൻ്റെ തന്നെ സ്ക്രാച്ച് ചെയ്യാത്ത മോഡൽ ഒരു സ്ക്രബ്ബറാണിത്. ആ ബ്ലാക്ക് കളർ സ്ക്രബ്ബർ ഞാൻ കാണിച്ചല്ലോ, നല്ല സൂപ്പർ സാധനമായിട്ട്. അത് മറ്റേ സ്റ്റീൽ സ്ക്രബ്ബർ നമ്മൾ കണ്ടിട്ടില്ലേ, ഫുള്ള് സ്റ്റീലായിട്ട്, അതിൻ്റെ തന്നെ സെയിം ആണ്. പക്ഷേ അത് സ്പോഞ്ചും അവർ ഈ സ്റ്റീൽ പിടിപ്പിച്ചേക്കാണ്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നന്നായിട്ട് പോകുന്നുണ്ട്. മറ്റേ സ്റ്റീൽ സ്ക്രബ്ബർ കുറേ കഴിയുമ്പോഴേക്കും അത് ചീത്തയാവുകയും അത് എനിക്കെന്തോ അത് അത്രയും തുരുമ്പ് വരാൻ. എക്സോടെ ആണെന്നുണ്ടെങ്കിൽ ബെസ്റ്റാണ് സ്റ്റീൽ സ്ക്രബ്ബർ. ബാക്കി ഏത് ബ്രാൻഡ് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിക്കണം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പണിയാണ് കുക്കർ കഴുകൽ. പാത്രം കഴുകൽ മൊത്തത്തിൽ ആർക്കും ഇഷ്ടമല്ല, പക്ഷേ കുക്കർ എനിക്ക് അറിഞ്ഞൂടാ, ഭയങ്കര ദേഷ്യം എനിക്കത് കഴുകാൻ തന്നെ. അപ്പോൾ ഇനി സിങ്ക് വേഗം തന്നെ ഒന്ന് കഴുകിയിടാണ്. മീൻസ് വേറൊന്നും ലിക്വിഡൊന്നും ഒഴിക്കുന്നില്ല, ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് പാത്രങ്ങളൊക്കെ കഴുകിയത് ഫുൾ ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ ഞാൻ ക്ലീനിങ്ങിന് പോകുന്നത്. അപ്പോൾ ഒരു 10:30 കഴിഞ്ഞിട്ട് ക്ലീനിങ്ങിന് ഇപ്പോൾ പോകണേ. സാധാരണ രാവിലത്തെ ടൈം മാറ്റി. അപ്പോൾ മോളാണെങ്കിൽ ഒരു മോളുടെ എക്സാമൊക്കെ കഴിഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവളെ കൊണ്ട് കുഞ്ഞു കുഞ്ഞു പണികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുകയാണ്. വലിയ പണി ചെയ്യിപ്പിക്കുന്നില്ല, കാരണം ഉള്ള പണി ഇരട്ടിപ്പണിയാക്കി തരും. അപ്പോൾ ഇനിയുള്ള ജോലി എന്ന് പറയുന്നത് വീട് ഫുൾ അരിച്ച് പറക്കുക. വേറൊരു 2-3 മിനിറ്റ് എടുക്കുള്ളൂ. ഐറ്റംസൊക്കെ എവിടെയെങ്കിലും എടുത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വയ്ക്കാം. ഞാൻ കാണിച്ചു തന്നില്ല നേരത്തെ ആ മെഷീൻ, അതിൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ ഞാൻ ഈ കുന്തിരിക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ പുകയാണ്, കണ്ടില്ല, അങ്ങനെ സ്മെല്ല് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കുട്ടികളുടെ റൂമിൽ കുറച്ച് തുണികളും അതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മെയിനായിട്ടും എൻ്റെ കാര്യം എന്ന് പറയുന്നത് വൈകുന്നേരം വീട് നൈറ്റ് ടൈം ക്ലീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടിച്ചു വാരണം തുടക്കലൊന്നുമല്ല, ഇങ്ങനെ ഐറ്റംസ് ഒതുക്കി വെക്കൽ, അതാണ് മെയിൻ ജോലി. അതുപോലെ കിച്ചൺ ക്ലീൻ ആക്കിയിട്ടൊക്കെ എടുക്കാറ്. അതുകൊണ്ട് തന്നെ രാവിലെ എനിക്ക് വലിയ പണിയൊന്നും ഉണ്ടാവാറില്ല ക്ലീനിങ്ങിൽ. മക്കൾ ഇനിയിപ്പോൾ വെക്കേഷൻ ആകുമ്പോൾ ഇത്തിരി കൂടി പണി ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ അവരെ കളിക്കുന്ന സാധനങ്ങളൊന്നും ഞാൻ ഒതുക്കി വയ്ക്കാറില്ല. ബാക്കിയൊക്കെ ഇതുപോലെ ഒതുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഭയങ്കര ഈസി ആയിരിക്കും. പിന്നെ എനിക്കൊരു ഓയിൽ purple.com നിന്ന് അവർ സെൻഡ് ചെയ്തതാണ്. ആൽഫ് ഗുഡ്നെസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആട്ടത്. ഇത് കോക്കനട്ട് ഓയിലും പിന്നെ കുറച്ച് ചെടികളുടെ വേരുകളും സംഭവങ്ങളൊക്കെയാണ്. ഞാനിപ്പോൾ ഇത് 2-3 ദിവസമായി ട്രൈ ചെയ്ത് നോക്കണം. അവർ സെൻഡ് ചെയ്തതെന്നാണ്. ഇപ്പോൾ റിവ്യൂ പർപ്പസിനല്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ റിവ്യൂ ചെയ്യാം. ഇത് റിവ്യൂ പറയാറൊന്നും ആയിട്ടില്ല, കാരണം അത് നന്നായിട്ടുണ്ടോ എന്ന് എനിക്ക് പറയാനായിട്ടില്ല. പക്ഷേ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാൻ നല്ല സംഭവം ഞാൻ തോന്നുന്നു, കാരണം അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ശരിക്കുള്ള ഇൻഗ്രീഡിയൻസ് അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരിങ്ങനെ വെബ്സൈറ്റുകളിൽ നിന്ന് ഓരോ ഐറ്റംസ് ഇങ്ങനെ നമുക്ക് തന്നയക്കും. അപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ റിവ്യൂ ചെയ്യാം, ഇഷ്ടമുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇഷ്ടപ്പെട്ടതാണ് ഞാൻ നിങ്ങളോട് സാധാരണ റിവ്യൂ പറയാറുള്ളത്. അപ്പോൾ അതേ പുതപ്പൊക്കെ ഫുൾ മടക്കി വെക്കുകയാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് അപ്പോൾ തന്നെ എൻ്റെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്ന് ഒതുക്കി വെച്ചു. പിന്നെ ബെഡ്ഷീറ്റ് ഫുൾ മാറ്റി. അത് കഴിഞ്ഞ് അടിച്ച് വാരാണ്. സാധാരണ ഞാൻ അടിച്ച് വാരിയ ശേഷം ബെഡ്ഷീറ്റ് മാറ്റാറ്. ഇന്ന് ഞാൻ പെട്ടെന്ന് ബെഡ്ഷീറ്റ് എടുത്ത് മാറ്റി. അപ്പോൾ പിന്നെ ആ ഓർഡറിൽ തന്നെ ചെയ്തു. അപ്പോൾ അടിച്ച് വാരി ഫുൾ എടുക്കുകയാണ്. ഈ ചൂലിനെ പറ്റി ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇത് പറയുന്നില്ല. അപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടാമെന്നൊക്കെ, സൂപ്പർ മാർക്കറ്റൊക്കെ കിട്ടുന്നേ അങ്ങനത്തെ ചൂല് ഈസി ആയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ വീട് ഈ പ്രാവശ്യം വേനൽക്കാലത്ത്, അതായത് സമ്മർ ഒരു ഹോം ഡെക്കോർ, ഞാൻ എപ്പോഴും ഇങ്ങനെ തീം അനുസരിച്ച് വീട്ടിലിങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യും. അപ്പോൾ വാലൻറ്റൈൻസ് ഡേ ആയിരുന്നു അവസാനം, പിന്നെ ഒന്നും ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഒരു യെല്ലോ കളർ തീമാണ് ഞാൻ കൊടുക്കാൻ പോണേ, കളർ കോമ്പിനേഷൻ പോലെ എൻ്റെ ഉള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസൊക്കെ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു തീം ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. കുറച്ച് ക്രാഫ്റ്റായിട്ടൊക്കെ ഉണ്ടാക്കണം എന്നുണ്ട്, ഇപ്പോൾ ടൈമില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഉള്ളതൊക്കെ വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ കുട്ടികളുടെ ടോയ്സൊക്കെ അത് അവർ ആ ബോക്സൊക്കെ ഒന്ന് മാറ്റി തരാൻ അവളെന്നെ സഹായിക്കുകയാണ്. അപ്പോൾ അതേ വേഗം തന്നെ അവിടേക്ക് ഒന്ന് അടിച്ച് വരാണ്. ഫുൾ ഐറ്റംസ് ഒന്ന് നീക്കിയിട്ട് അടിച്ച് വരലൊന്നല്ല, ഒരു ക്വിക്കായിട്ട് അടിച്ച് വരില്ല അത്ര തന്നെ. അപ്പോൾ എന്തായാലും ഈ റൂമിന് എന്തോരം ഒതുക്കിയാലും കാര്യമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ അവിടെ കളിക്കുന്നതൊക്കെ എടുത്ത് വലിച്ചിടും. പക്ഷേ ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാറില്ല കേട്ടോ, ആ റൂമിൽ തന്നെ ഇരുന്ന് കളിക്കുള്ളൂ. അപ്പോൾ ഇത് സ്പിൻ മോപ്പ്, ഞാൻ എൻ്റെ പഴയ മോപ്പ് ഞാൻ 2-3 വർഷമായി അത് ഉപയോഗിക്കുന്നു. അപ്പോൾ അതിന് എന്താ പറയുക, 1000-ന് താഴെ വില ഉണ്ടായിരുന്നു അതിന്. അതായത് 800
അത്രയാണ് വില. എനിക്ക് കൃത്യം ഓർമ്മ വരുന്നില്ല, ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ലുലുവിൽ പോയപ്പോൾ എന്താ പറയുക 2 മാസം മുമ്പ് പോയപ്പോൾ മേടിച്ചതാണ് ഈ മോപ്പ്. ഇതിന് 400 രൂപ വിലയുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഭയങ്കര ഡിസ്കൗണ്ടിൽ കിട്ടുന്നുണ്ട് സംഭവം. ഇതിപ്പം പഴയതിനെക്കാട്ടും കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. ഇതിൻ്റെ 2-3 കാര്യങ്ങൾ വ്യത്യാസമുള്ളൂ. അതിൻ്റെ അവിടെ ഒരു ചെറിയ ലോക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ട്, അതെപ്പോഴും തിരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. ആവശ്യമില്ലാത്ത നേരത്തെ തിരിയില്ല. പിന്നെ പുതിയതായതുകൊണ്ട് അതിൻ്റേതായൊരു ഈസി ഇത് ഉപയോഗിക്കാനുണ്ട്. പഴയത് കുറേ പഴയതായി, അപ്പോൾ അതുകൊണ്ട് അത് ഇത്തിരി സ്മൂത്തായില്ലായിരുന്നു. ഇത് ഗുഡ് വൈബ്സിൻ്റെ ലെമൺ എസെൻഷ്യൽ ഓയിലാണ് ഞാനിതിൻ്റെ ഉള്ളിൽ ഒഴിക്കുന്നത് കേട്ടോ. ഞാൻ കഴിഞ്ഞ എസെൻഷ്യൽ ഓയിൽ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഒരു 1/2 കപ്പ് ചൊറുക്കിയ വേണമെങ്കിൽ ഒഴിക്കാം. അപ്പോൾ അതിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ, അല്ലെങ്കിൽ പുൽത്തൈലോ ഇഷ്ടമുള്ളത് ഒഴിക്കാം. എസെൻഷ്യൽ ഉള്ള കാരണം ഞാൻ അത് ഒഴിക്കണം. അപ്പോൾ ലെമണിൻ്റെ നല്ലൊരു സ്മെല്ലുണ്ടാവുമല്ലോ. വിനാഗിർ എന്തിനാണ് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഡെറ്റോൾ ഇതൊക്കെ ഒഴിക്കുന്ന പോലെ തന്നെ ബാക്ടീരിയ പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ് വിനീഗർ. എന്താണ് വിനീഗർ എപ്പോഴും എല്ലാത്തിനും വരണമെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി കാരണം തന്നെയാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഡെറ്റോൾ ഇഷ്ടമെന്ന് വെച്ചാൽ അതൊക്കെ ഉപയോഗിക്കാം. വിനീഗറിൻ്റെ മണം ചിലവർക്ക് അത്ര കൂടി ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ എസെൻഷ്യൽ ഓയിൽ കൂടി ചേർത്തത്. നിങ്ങൾക്ക് കെമിക്കൽ ഫ്ലോർ ക്ലീനേഴ്സ് ഇഷ്ടമാണ് ഞാൻ ചെയ്യാം. അപ്പോൾ ഞാൻ പോയ തക്കത്തിന് ക്യാമറയിൽ ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് എൻ്റെ മോളിൽ ഇരുന്നിട്ട് അതിൻ്റെ ആ റിങ്ങിലിരുന്ന് ഇങ്ങനെ വട്ടം കറങ്ങി കളിക്കുന്നത്. വെറുതെ ആ ക്ലിപ്പ് ആഡ് ചെയ്തത് മാത്രം. ഞാൻ സത്യം പറഞ്ഞത് കണ്ടില്ല. അവൾ എന്നെ കണ്ട പക്ഷേ വേഗം മാറി ഒളിച്ച് നിൽക്കുക. അപ്പോൾ ഈ ക്ലീനിങ്ങിൻ്റെ സമയത്ത് തുടയ്ക്കുമ്പോഴൊക്കെ ഫുള്ള് അവൾ ചവിട്ടി കൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. പിന്നെ ഞാൻ വലിയ പറയാനൊന്നും പോകില്ല, കാരണം പിള്ളേരെല്ലാം അവരെന്തെങ്കിലും കാണിക്കട്ടെ. അപ്പോൾ നമ്മളുടെ ക്ലീനിങ്ങിൻ്റെ ഇടയ്ക്കോടെ പിള്ളേരുണ്ടാകുമ്പോൾ പറഞ്ഞ മാതിരി എനിക്ക് 1/2 മണിക്കൂറിൽ എടുക്കണേലും 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ സമയം കൊണ്ടുവരുക്കാൻ അവരുടെ കൂടെ വെറുതെ കളിപ്പിക്കുമ്പോൾ നേരം പോകും. അപ്പോൾ എന്തായാലും വേഗം തന്നെ ഫുൾ തുടച്ചെടുക്കാൻ കേട്ടോ. സംഭവം എൻ്റെ പഴയതിനേലും നല്ല സ്പീഡായിട്ട് എനിക്കിത് മോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. കാരണം നന്നായിട്ട് വെള്ളം കൊണ്ട് സംഭവം എനിക്ക് ഈ മോപ്പ് ഉപയോഗിച്ചിട്ട് ഒരു കംപ്ലയിൻസും ഇല്ല. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനതൊരു സ്പോൺസർ വീഡിയോ ഒന്നും അല്ലാട്ടത്, ഇതിപ്പോൾ വെറുതെ പറയുന്നതല്ല. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത്രയും ഇഷ്ടമാണ് ഈ മോപ്പ്. അപ്പോൾ എന്തായാലും നന്നായിട്ട് തുടച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ സാധാരണ കൈകൊണ്ട് ഇരുന്ന് തുടയ്ക്കലൊക്കെ എങ്ങനെയാണ്, നിങ്ങൾക്ക് അതാണ് ഇഷ്ടം അല്ലെങ്കിൽ മോപ്പാണ് ഇഷ്ടം, എന്നോട് താഴെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്താ പറയുക ചാനലൊക്കെ പറക്കിയെടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ അടിച്ചു വാരി തുടച്ചു. ഇനി നമ്മൾ ടേബിളുകളൊന്ന് വൈപ്പ് ചെയ്യാം, മെയിൻ മിററുകൾ ഒന്ന് തുടയ്ക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ വിനീഗറും വെള്ളവും കൂടിയുള്ള സൊല്യൂഷൻ വെച്ചിട്ട് ഡൈനിങ് ടേബിൾ, ടീപ്പോയി, അതുപോലെ കണ്ണാടികളൊക്കെ തുടച്ചെടുക്കുകയാണ്. പിന്നെ ലാസ്റ്റായിട്ട് കിച്ചണും കൂടി ഒന്ന് അവിടുത്തെ സ്ലാബും കാര്യങ്ങളൊക്കെ നേരത്തെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല, വെള്ളമൊക്കെ പോയിട്ടുള്ളതൊക്കെ എടുത്ത് മാറ്റി അവിടെയും കൂടി ഫുൾ തുടച്ചെടുക്കുകയാണ്. അപ്പോൾ സാധാരണ ഫുഡ് വെച്ചിട്ടാണ് ക്ലീനിങ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ നേരത്തെ ഭക്ഷണം വെച്ചേക്കണ കാരണം ക്ലീനിങ് ലാസ്റ്റ് ആയതുകൊണ്ട് കിച്ചൺ ക്ലീനിങ് ലാസ്റ്റ്. അപ്പോൾ ഞാൻ മേടിച്ച കുറച്ച് ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. ഈ ഗ്ലാസിൻ്റെ ബോട്ടിൽ 100 രൂപയായിരുന്നു ഈ ഗ്ലാസിൻ്റെ ബോട്ടിൽ. അതിൽ ഞാൻ ഉപ്പിലിട്ട ഐറ്റംസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. മാറ്റി മാറ്റിയപ്പോൾ നമുക്ക് വെക്കാമല്ലോ. പിന്നെ ഈ യെല്ലോ കളർ ഫ്ലവറിന് 110 രൂപയായിരുന്നു വില. പിന്നെ ഈ പില്ലോസ് ഇത് മുൻപേ ഉണ്ടായിരുന്ന നാട്ടിൽ നിന്ന് മേടിച്ചതൊന്നല്ല. അപ്പോൾ അത് ഒരു സമ്മർ തീമായതുകൊണ്ട് ഞാൻ ഓറഞ്ചിൻ്റെയും വാട്ടർമെലൻ്റെയും ഒക്കെ ഷേപ്പുള്ള അത് അവിടെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ചെടികൾ. ഇത് നമുക്ക് തൃശ്ശൂർ ഫേജി പുത്തമ്പള്ളിയുടെ അടുത്തുള്ള അവിടെയൊക്കെ കിട്ടും, അതുപോലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ പഴത്തിൻ്റെ ഡിസൈനുള്ള ആ ഒരു സംഭവം അത് 100 രൂപയായിരുന്നു വില കേട്ടോ അതിന്. അതുപോലെ തന്നെ ഒരു ചെറിയ പോട്ടിലൊരു ചെടി, ആ ചെടി ഇവിടെ വീട്ടിലുണ്ടായതാണ്. ഞാൻ അതിൻ്റെ ചെടിച്ചട്ടി പോലത്തെ സംഭവം മാറ്റി വെച്ചത് മാത്രം. പിന്നെ ബെഡ്ഷീറ്റ് ലാസ്റ്റായിട്ട് സൺഫ്ലവറിൻ്റെ വിരിച്ചത്, കാരണം നമ്മൾക്ക് സണ്ണാണല്ലോ, അപ്പോൾ സമ്മർ ടൈം സണ്ണാണല്ലോ, അപ്പോൾ സൺഫ്ലവർ വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത് ഒരു യെല്ലോ കളർ തീമാണ്. അതുപോലെ തന്നെ പൂക്കൾ, അതൊക്കെ വീട്ടിലുണ്ടായിരുന്ന ഐറ്റംസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ ലാസ്റ്റായിട്ട് ഒരു ടൂർ കാണിച്ചു തരാം. ഇത് ഞാൻ ഡ്രസ്സിങ് ഏരിയ ഇവിടെ അതൊക്കെ ഒതുക്കിയിട്ടിട്ടുണ്ട്. അവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരു യെല്ലോ കളർ ഫ്ലവർ അവിടെ അതങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ബെഡ്റൂമിലാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ യെല്ലോ തീമ കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി ക്രാഫ്റ്റൊക്കെ എന്തെങ്കിലും ചെയ്ത് എനിക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ട്. ആ ലവിൻ്റെ ഡിസൈൻ ആ സംഭവത്തിന് അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ വെക്കണമെന്നുണ്ട്. പിന്നെ നമ്മുടെ വാട്ടർമെലൻ, ഓറഞ്ച് അത് ഇതൊക്കെ ആയിട്ട് വെച്ചാൽ നമ്മൾക്ക് ഫ്രൂട്ട്സിൻ്റെ ഒരു സീസൺ ആണല്ലോ സമ്മർ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൻ്റെ സ്പെഷ്യലായിട്ട് എന്താ പറയുക നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിൽ യെല്ലോ കളർ തീമിലുള്ള ആ ഫ്ലവറും അതുപോലെ തന്നെ ആ ഗ്ലാസ് ബോട്ടിലുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്ലവേഴ്സ് വെക്കാത്ത ഒരു പാത്രത്തിൽ വെച്ചിട്ട് എസെൻഷ്യൽ ഓയിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ല് എപ്പോഴും റൂമിലുണ്ടായിരിക്കും. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ. വീട്ടിലുണ്ട് അത് കുറേ നാൾ വെച്ച കാരണം ഞാനിതെടുത്ത് മാറ്റി ഇത് വെച്ചത്. പിന്നെ കുട്ടികളുടെ റൂമിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ അവരുടെയും ഫ്രൂട്ട് തീമിലുള്ള ഒരു ബെഡ്ഷീറ്റ് ഇട്ടിരിക്കുന്നത് 3D ബെഡ്ഷീറ്റാണിത്. പോളിക്കോട്ടൺ മെറ്റീരിയലാണ്. ഞാൻ സ്പണ്ണ് മിക്സ് ആയ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞില്ലേ, ആ ചിലർ ചോദിച്ചത് നല്ലതാണോ എന്ന്. പക്ഷേ ഞാൻ കുറേ നാളായി യൂസ് ചെയ്യണം, നന്നായി കഴുകിയിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല, ഒരു ചൂട് ഫീൽ ചെയ്യണില്ല, ഒരു കംപ്ലയിൻറ്റും ഇല്ല. എൻ്റെ റൂമിലുള്ള ബെഡ്ഷീറ്റും ആ മോഡലാണ്. എനിക്കിഷ്ടമാണത്, കാരണം അതിൻ്റെ ഡിസൈൻ നല്ല ഭംഗിയാണ്, കളർഫുള്ളായിട്ടുള്ള ഡിസൈൻസ് ആ മെറ്റീരിയൽ വരുന്നുണ്ട്. എനിക്കൊരു കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ അത്. പിന്നെ ഈ പഴം പോലത്തെ സംഭവം ഉണ്ടല്ലേ, ഇതിൻ്റെ കുറേ ഉണ്ട്. 100 രൂപയ്ക്ക് ആപ്പിൾ, ഓറഞ്ച്, അത് ഇത് കുറേ ഡിസൈൻസ് ഉണ്ട്. ഞാനിതാ മേടിച്ച കിച്ചണിലേക്ക് ശരിക്കും എനിക്ക് ആഗ്രഹം സബോളയോ അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ ഡിസൈൻ കിട്ടണമെന്നായിരുന്നു, അത് കിട്ടിയില്ല.
അപ്പോൾ അതേ കിച്ചൺ ലാസ്റ്റായിട്ട് കിച്ചണും കൂടി ക്ലീൻ ചെയ്ത് ഫുള്ള് ഇട്ടിരിക്കുകയാണ്. അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കിച്ചണിൽ മെയിനായിട്ട് ഇതൊക്കെ തന്നെ ഞാൻ വെച്ചിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയ ഫ്ലവർ പോട്ട്, പിന്നെ ആ വുഡിൻ്റെ ചോപ്പിംഗ് ബോർഡ് ഞാനിപ്പോൾ മേടിച്ചാണ്. ആദ്യമായിട്ട് ഞാൻ മരത്തിൻ്റെ ചോപ്പിംഗ് ബോർഡ് മേടിക്കണേ. 140 രൂപയ്ക്കാണ് ആ ചെറിയ ചോപ്പിംഗ് ബോർഡ് മേടിച്ചത്. പിന്നെ ഈ ബോട്ടിൽസ് ഉണ്ടല്ലോ, ഇത് 135 രൂപയായിരുന്നു ഈ ഗ്ലാസ് ബോട്ടിൽസ്. അതിൽ ഞാൻ എന്തെങ്കിലും അച്ചാറോ എന്തെങ്കിലും ഇട്ട് വെക്കാമെന്നൊക്കെ വിചാരിച്ച് മേടിച്ചതാണ്. പിന്നെ ഈ വോൾ സ്റ്റിക്കർ ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ട്. ഇത് ആമസോണിൽ നിന്ന് മേടിക്കുന്നതാണ്. ഇതൊരു സ്റ്റിക്കറുകളാണിത്. വെറുതെ ചുമരുമ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ്ങും ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയ്ക്കും നിങ്ങളുടെ എല്ലാവരോടും ബൈ ബൈ.